പാറ്റ അത്ര വലിയ ജീവിയാണോ? ക്ഷുദ്രജീവിയൊന്നും അല്ല. എന്തായാലും പാറ്റയെ പിണക്കണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പാറ്റ അപേക്ഷിക്കും മുമ്പേ തന്നെ ഒരു അപേക്ഷ കൊടുക്കണമല്ലോ. ജന്തർ മന്ദറിൽ നമ്മൾ പ്രോഗ്രാം നടത്തുന്ന ഒരു അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കും മുമ്പേ തന്നെ കൊടുത്ത സെക്കൻഡിൽ തന്നെ അനുവാദം കൊടുത്തു. ഒരു ദിവസം പോലും താമസിച്ചില്ല, ഒരു മിനിറ്റ് പോലും താമസിച്ചിട്ടില്ല. റോഡുകൾ അടച്ചിട്ടില്ല, അവരെ വ്യാപകമായിട്ട് പ്രകോപിപ്പിച്ചില്ല, അവരെ തല്ലിയില്ല, അറസ്റ്റ് ചെയ്തില്ല. വളരെ വളരെ കൃത്യമായി പാറ്റകളെ ഒരു അവഗണിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ പാറ്റകളെ ഇങ്ങനെ കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ കൃത്യമായി കൈകാര്യം ചെയ്തു. എന്തായി തീരുമെന്ന് വ്യക്തതയില്ലാത്ത പാറ്റകളുടെ പ്രതിഷേധത്തെ വളരെ കരുതലോടെയാണ് കേന്ദ്ര സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ച പിന്തുണ ഉപയോഗിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് പാറ്റയെ CJPയെ പ്രകോപിപ്പിച്ച് വലുതാക്കണ്ട എന്നതിന് പകരം അവഗണിച്ചും കൃത്യമായ അകലം പാലിച്ചുകൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നീക്കിയത്. അങ്ങനെ സർക്കാർ ജന്തർ മന്ദറിലെ പാറ്റകളുടെ പ്രതിഷേധത്തെ സർക്കാരും സുരക്ഷാ സേനകളും ശനിയാഴ്ച നേരിട്ട രീതിയിൽ നിന്നും ഇക്കാര്യം വളരെ വ്യക്തമാണ്. അപേക്ഷ നൽകുന്നതിന് പ്രതിഷേധത്തിന് അനുമതി നൽകി. ജന്തർ മന്ദറിലെ ഒഴുക്ക് തടയാതെ പോലീസ് നടപടി സ്വീകരിച്ചു. വലിയ സംയമനമാണ് പാലിച്ചത്. അതുപോലെ നിർഭയ സമരം, അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരം, CIA പ്രതിഷേധങ്ങൾ തുടങ്ങിയവയെ നേരിട്ടതുപോലെ ആയിരുന്നില്ല. ഇതിന് അണ്ണാ ഹസാരയെ പോലുള്ള രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗാന്ധിയനും സമരാവേശവുമായിരുന്ന അണ്ണാ ഹസാരയുടെ സമരത്തെ പോലും വലിയ തോതിലാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും കൈകാര്യം ചെയ്തത്. എന്നാൽ പാറ്റയെ തൊട്ടില്ല എന്നുള്ളത് വളരെ രസകരമാണ്. വളരെ തന്നെ ജന്തർ മന്ദറിന് സമീപത്തെ റോഡുകളും മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടും ഗതാഗത നിയന്ത്രിച്ച് സുരക്ഷാ സേനാംഗങ്ങൾ നിലയുറപ്പിച്ചിരുന്നു. അമേരിക്കയിൽ നിന്നെത്തുന്ന CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ രാവിലെ 9 പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധത്തിന് അനുമതി തേടുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ച രാവിലെ 8 ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അഭിജിത്തിന് പോലീസ് നേരിട്ട് ചെന്ന് അനുമതി കൊടുത്തു. എത്ര മനോഹരം! സ്റ്റേഷനിൽ വന്ന് അപേക്ഷ കൊടുക്കും മുമ്പേ തന്നെ 9:30 മണിക്ക് സ്റ്റേഷനിൽ വന്ന് അനുമതി ചോദിക്കുമെന്ന് പറഞ്ഞു. 8 മണിക്ക് നേരിട്ട് അദ്ദേഹത്തിന് എവിടെ കൊണ്ട് കൊടുത്തു? വിമാനത്താവളത്തിൽ അപേക്ഷ അനുമതി കൊടുത്തു. ഇനി പാർലമെന്റ് സ്ട്രീറ്റ് സ്റ്റേഷനിലേക്ക് വരണ്ടെന്നും നേരിട്ട് ജന്തർ മന്ദറിലേക്ക് പൊക്കൊള്ളാനും പോലീസ് പറഞ്ഞു. എത്ര മനോഹരം! ഇന്ത്യൻ പ്രതിഷേധത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമാണ്, ഏറ്റവും വലിയ ഞെട്ടലാണ്. ഈ പറയുന്ന ചെറുപ്പക്കാരൻ, 36 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, അപേക്ഷ കൊടുക്കാൻ സ്റ്റേഷനിൽ ചെല്ലണ്ട, നിന്റെ അപേക്ഷ ഇതാ പരിഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിമാനത്താവളത്തിൽ പോയി അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അമിത്ഷാ സ്ട്രാറ്റജിയാണ്, വലിയ സ്ട്രാറ്റജിയാണ്. പാർലമെന്റ് സ്ട്രീറ്റിന് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡ് പോലും പോലീസ് അടച്ചില്ല, ഒരു റോഡും പോലീസ് അടച്ചില്ല. ജന്തർ മന്ദറിന് തൊട്ടടുത്തുള്ള പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനും അടച്ചിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ആഹ്വാനപ്രകാരമെത്തുന്ന യുവാക്കളെ ഏതെങ്കിലും വിധം തടയുന്നതിൽ അവരുടെ രോഷം ശക്തമാക്കാൻ വഴിയൊരുക്കുമെന്ന് സർക്കാർ കരുതിയിരിക്കണം. അതേസമയം വിമാനത്താവളം മുതൽ നഗരത്തിലെ സുപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഡൽഹിയിലെ സുരക്ഷാ സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചും കൂടുതൽ പോലീസിനെ വിന്യസിച്ചും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയവരുടെ വസതികൾക്ക് സമീപവും സുരക്ഷ വർദ്ധിപ്പിച്ചു. പാറ്റകൾക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയവരെ നീക്കുകയും ചെയ്തു. അങ്ങനെ ഡൽഹിയിൽ വളരെ വലിയ പാറ്റ പ്രതിഷേധം നടന്നു. പക്ഷേ പാറ്റകളെ തന്ത്രപരമായി സ്നേഹത്തോട് കൈകാര്യം ചെയ്തു പോലീസ് എന്നുള്ളതാണ്. മിണ്ടാതെയാണ് കേന്ദ്രം ഇരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടില്ല, അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ്. CBSEയുടെ വിഷയത്തിലും നീറ്റിന്റെ വിഷയത്തിലും UGC വിഷയത്തിലും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. പക്ഷെ അദ്ദേഹം രാജിവെച്ചില്ല. എന്നാൽ വളരെ ശക്തമായ രീതിയിലാണ് പ്രതിഷേധം നടന്നത്. സുരേന്ദ്രൻ ഇരുന്ന് 1000 പേരൊന്നും അല്ല, സുരേന്ദ്രൻ FBയിൽ എഴുതിയിരുന്ന സുരേന്ദ്രൻ 1000 പേരാണ്, അങ്ങനെയൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പക്ഷെ യാതൊരു സംഘർഷമില്ലാത്ത രീതിയിൽ അവരും സമാധാനപരമായി പോയി, ഇവരും സമാധാനപരമായി. ഒരു 5-6 പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതല്ലാതെ 2 കൂട്ടരും സമാധാനപരമായി പിരിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയ പ്രവർത്തനം മാത്രം സർക്കാർ കേന്ദ്രീകരിക്കുന്നുവെന്ന് BJP ഓൺലൈൻ മൂവ്മെന്റ് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് അഭിജിത്ത് US-ൽ നിന്നും ഡൽഹിയിലെത്തിയത്. കൂട്ടായ്മയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി അഭിജിത്ത് ദീപ്കെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുമോ എന്ന് അറിയില്ല. കാലാവസ്ഥ പ്രവർത്തകൻ സോനം വാങ്ചുകും പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു. കുറച്ച് പേരാണെങ്കിലും ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇതിനകത്തുണ്ട്. അവരെല്ലാം സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ്. അവർക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. പ്രതിഷേധം സമാധാനപരമായിട്ട് തന്നെയാണ് അവസാനിപ്പിച്ചത്. 2 വിഭാഗം ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനായി 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വൈകുന്നേരം 5 മണിക്കുള്ളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നായിരുന്നു CJPയുടെ ആവശ്യം, പാറ്റയുടെ ആവശ്യം. എന്നാൽ ഇത് നടന്നില്ല. അടുത്ത പടിയായി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ച്
CJP പുറത്ത് വ്യക്തമായ പരിപാടികൾ പുറത്ത് വിട്ടിട്ടില്ല. ഇദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടെയാണ്. ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടി ആയിരുന്നത് കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് CJPയുടെ തീരുമാനം. ഒരു പക്ഷേ അതിന് രാജ്യത്ത് എല്ലായിടത്തേക്കും ജനങ്ങളെ കിട്ടിയേക്കാം. കാരണം ഇതൊരു പുതിയ മൂവ്മെൻ്റാണ്, ഇസഡ്ജെന്നിൻ്റെ മൂവ്മെൻ്റാണ്, ന്യൂജൻ്റെ മൂവ്മെൻ്റാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ, ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിലും അതുപോലെ അമേരിക്കയിലും കാനഡയിലും ലോകത്തിൻ്റെ ജർമ്മനിയിലും അതുപോലെ തന്നെ മുല്ലപ്പൂ വസന്തവും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ സ്പാർക്കുകൾ വലിയ തീജ്വാലയായിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ മനോഹരമായ ഒരു തീജ്വാല വന്നു. അത് നന്നായി. അല്ല, ഇന്ത്യയിൽ വന്നു. അത് അങ്ങനെ വരണം. ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള ചില ബലം പിടിക്കലുകൾ കൂടി ഇല്ലെങ്കിൽ ജനാധിപത്യം വീക്കായി പോവും. ഡിഫൻഡാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലഷറാണ്, അല്ലെങ്കിൽ ഡിസെൻ്റ് ആണ്. അതായത് എതിര് പറയുന്നത് കൂടിയാണ്, എതിരിനെ അംഗീകരിക്കുന്നത് കൂടിയാണ് ഡെമോക്രസി. എന്തായാലും പാറ്റ പൊളിച്ചു. കേരളത്തിൽ അല്ല ഇന്ത്യയിൽ വലിയ രീതിയിലാണ് അവർ സമ്മേളനം നടത്തുന്നത്. വലിയ പങ്കാളിത്തമായിരുന്നു. പക്ഷേ അവർ ഒരു പ്രകോപനം അവരുമുണ്ടാക്കിയില്ല. പോലീസും വളരെ നയപരമായി സമീപിച്ചുകൊണ്ട് പോയി. അല്ലായിരുന്നെങ്കിൽ അത് വലിയ പ്രദർശനത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ആത്മസംയമനത്തോടു കൂടി രണ്ടു കൂട്ടരും നിന്നു, പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇനി രാജ്യത്ത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ പ്രകടനവും പ്രതിഷേധവും വരുന്നു എന്നതും എന്ത് പാറ്റേൺ ആണ്, എന്ത് സ്ട്രാറ്റജിയാണ് ഈ അഭിജിത്ത് ദീപ്കെ തയ്യാറാക്കി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കേന്ദ്രവും സർക്കാരുമൊക്കെ. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പുമൊക്കെ. എന്തായാലും തൽക്കാലം സ്നേഹിച്ച് അവഗണിക്കുക, വെറുതെ അവഗണിക്കുക എന്നുള്ളതല്ല, വെറുത്തുകൊണ്ട് അവഗണിക്കുകയല്ല, സ്നേഹിച്ച് അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്.